ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ഹൗ ടു ഫൈൻഡ് എ മാർക്കറ്റ് ഡയറക്ഷൻ കറക്റ്റ്ലി. അതായത് കറക്റ്റായിട്ട് എങ്ങനെ ഒരു മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു മാർക്കറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലൂസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ഇത് നമുക്ക് മെയിൻലി ഇപ്പോൾ ഒരു ഇനീഷ്യൽ ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡെയിലി ബേസ് കണ്ടുപിടിക്കാനും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാനും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സോ നമുക്ക് ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാനില്ല. സോ അതിന് ഈസി ആയിട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നോക്കാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ളത് BTC/USDൻ്റെ ചാർട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിലാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത്. സോ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ വേണ്ട ടൈം ഫ്രെയിം 1 day ടൈം ഫ്രെയിമാണ്. കാരണം 1 day ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഡെയിലി വൈസ് കണ്ടുപിടിക്കുക. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ 1 day ടൈം ഫ്രെയിമിൽ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 day ക്യാൻഡിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് എക്സ്പാൻഷൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ദാറ്റ്സ് അവർ ഡെയിലി ബയസ്. കാരണം ആ ഒരു ഡെയിലി ബയസ് ഉണ്ടെങ്കിലാണ് ആ ഡെയിലി ക്യാൻഡലിൻ്റെ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഡെയിലി ക്യാൻഡലിൻ്റെ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലായാലാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ 1 day ടൈം ഫ്രെയിം എടുത്തു. 1 day ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, മാർക്കറ്റ് ഇനീഷ്യലി ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയാണ് മാർക്കറ്റ് നോക്കേണ്ടത്. മാർക്കറ്റ് ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേലോട്ട് പോകാൻ നോക്കി. പക്ഷെ മാർക്കറ്റ് മേലോട്ട് പോകുന്നില്ല, മാർക്കറ്റ് അത് സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എവിടം വരെ ആയിരിക്കും മാർക്കറ്റ് വരാനുള്ള ചാൻസ്? എവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂം ആക്കിയിട്ടുണ്ട്. അവിടെ സൂം ആക്കിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 1 day ടൈം ഫ്രെയിമിലെ ഈ ഒരു FEG ഉണ്ടോ, അതായത് ഈ ഒരു FEGൻ്റെ ഹൈ. കാരണം ആ FEGൻ്റെ ഹൈയിലോട്ടാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുക. ഈ ഒരു FEG മാർക്കറ്റ് ടാപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ വ്യൂ. കാരണം അവിടെയാണ് പെൻഡിങ് ഓർഡേഴ്സ് ഉള്ളത്. അത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. മാർക്കറ്റിലെ ഒരു FEGൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാനായിരിക്കും മാർക്കറ്റിന് നെക്സ്റ്റ് മൂവ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് ആ ഒരു സ്വീപ്പ് നടന്നതിന് ശേഷം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെയാണെന്ന് നോക്കി. അപ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ അവിടെ ഒരു FEG ഉണ്ട്. FEGയിലോട്ട് മാർക്കറ്റ് എന്തായാലും മിനിമം ആ ഒരു FEG വരെയെങ്കിലും മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതായിരുന്നു നമ്മുടെ ഡെയിലി ബയേഴ്സ്. അപ്പോൾ മാർക്കറ്റ് ഡൗണിക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ദെൻ നമുക്ക് അടുത്ത വേണ്ട ടൈം ഫ്രെയിമാണ് 4 hour ടൈം ഫ്രെയിം. 4 hour ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് മേലോട്ട് പുഷ് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നില്ല. മേലോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 dayയിലെ ആ ഒരു FEGൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടോ, ഈ ഒരു FEGയിലോട്ട് മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് അതേസമയം മാർക്കറ്റ് ഇവിടെ മേലെ ഒരു ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മേലോട്ട് പോകാൻ പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 1 hour ടൈം ഫ്രെയിം നമ്മൾ ഇന്നത്തെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത്. ഇന്നത്തെ ഡേ ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത് കേട്ടോ. 1 hour ടൈം ഫ്രെയിം എടുത്തു. 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മാർക്കറ്റ് മേലോട്ടാ പോകുക. നമുക്ക് മേലെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നടത്തിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് താഴോട്ട് വരിക. കാരണം ആ 4 hour നോക്കുന്ന സമയത്ത് 4 hour ഒരുപാട് ലിക്വിഡിറ്റീസ് മേലെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിം നോക്കിയിട്ട് 1 hour ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിന് ശേഷമായിരിക്കണം മാർക്കറ്റ് ഡൗണിലോട്ട് വരേണ്ടത്. അതർവൈസ് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മേലോട്ട് പോയി ആ ലിക്വിഡിറ്റി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടേക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടായിരിക്കും മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് വരാൻ പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ ആ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിന് ശേഷമായിരിക്കണം നമുക്ക് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിം എടുത്തു. 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടൈം ഫ്രെയിം അതാ 50 minute ടൈം ഫ്രെയിം. 50 minute ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു 1 hourലെ ആ ഒരു സ്വീപ്പ് നടന്ന അപ്പം തന്നെ നമുക്ക് 50 minute ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 50 minute ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താ വേണ്ടത്, മാർക്കറ്റ് ഒരു സ്ട്രെച്ചർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാവണം. അതായത് മാർക്കറ്റ് ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഡൗണിലോട്ടല്ല നമ്മൾ എൻട്രി നോക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടാവണം. അത് സംഭവിച്ചിട്ടുണ്ടോ? ഓക്കെ, യെസ്, മാർക്കറ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് മാർക്കറ്റ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിൽ ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ബിയറിഷ് MSS എന്ന് പറയുന്നത്, ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MSS മാർക്കറ്റിൽ സംഭവിച്ചു.
എന്താ മാർക്കറ്റ് എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ്? മാർക്കറ്റ് റിട്രേസ് ചെയ്യണം. റിട്രേസ്മെൻറ്റിലായിരിക്കും നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 50 മിനിറ്റിലല്ലേ നമ്മൾ റിട്രേസ്മെൻറ്റ് നമ്മൾ എടുത്തുള്ളത്. 50 മിനിറ്റിൽ നമ്മൾ റിട്രേസ്മെൻറ്റ് എവിടം വരെ നമ്മൾ റിട്രേസ് മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വ്യൂ. ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ഉണ്ട് 2 അതാണ് നമ്മുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അല്ല ബുള്ളിഷ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു കൺസിക്യൂട്ടീവ് 2 അപ്പ് ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്, 2 കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്. എൻ്റെ മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയണ പേരാണ് ബിയറിഷ് MSS. അപ്പോൾ ഈ കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ റിട്രേസ് ചെയ്ത് ടാപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് ഈ ഒരു OBയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടൈം ഫ്രെയിമാണ്. OBയിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കൺഫർമേഷൻ വേണം. അപ്പോൾ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3 മിനിറ്റിൽ നമുക്ക് എന്താ വേണ്ടത്? മാർക്കറ്റ് ഒരു സ്ട്രെച്ചർ ബ്രേക്ക്, അതായത് മാർക്കറ്റിൽ 3 മിനിറ്റിൽ അപ് ട്രെൻഡിൽ പോയിക്കാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു OB ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ 50 മിനിറ്റിലെ MSS നോക്കി, അതേപോലെ 3 മിനിറ്റിൽ നമുക്ക് ഒരു MSS വേണം. അത് സംഭവിച്ചിട്ടുണ്ടോ നോക്കിയേ. 3 മിനിറ്റിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? വിത്ത് ആൻ FVG. കണ്ടോ? മാർക്കറ്റ് ആ FVG ടാപ്പ് ചെയ്ത ഉടനെ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മൾ ഇനി അടുത്തത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും? സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ടോപ്പ് സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ട് വെച്ചില്ല? നിങ്ങൾക്ക് നോക്കിയാൽ പറഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു പുഷ് തന്നതിന് ശേഷം മാർക്കറ്റ് റിട്രേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിട്രേസ്മെൻറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് ഡൗണിലോട്ട് വരിക എന്നുണ്ടെങ്കിൽ മേലത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഈ ഒരു FVG ടാപ്പ് ചെയ്ത ഉടനെ നമുക്ക് അവിടെ ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ SL വെക്കാനുള്ള, അതിൻ്റെ മേലോട്ട് മാർക്കറ്റ് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചു. ആൻഡ് ദെൻ നമ്മുടെ ടാർഗറ്റ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും. അതായത് ഈ ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ 1 ഡേയിലെ FVG. അവിടെ അങ്ങോട്ട് വരുന്നല്ലേ നമ്മുടെ വ്യൂ. അപ്പോൾ അവർ 1 ഡേയിലെ FVGയിലോട്ട് മാർക്കറ്റ് വന്നു. ദാറ്റ്സ് അവർ TP. എൻ്റെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചിരിക്കണം നോക്കിയേ. നമ്മളെ ഈവൻ ദോ ഇൻ ഏഷ്യൻ സെക്ഷൻ നിങ്ങൾ നോക്കിയേ, ഇത് ഏഷ്യൻ സെക്ഷനാണ്. ഏഷ്യൻ സെക്ഷൻ ആയിട്ടും മാർക്കറ്റ് നമ്മുടെ സെറ്റപ്പ് കറക്റ്റായിട്ട് ഫോമായി. ആൻഡ് ദെൻ ഒരു മാനിപ്പുലേഷൻ ഇല്ലാണ്ട് നമ്മുടെ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? മാർക്കറ്റിൻ്റെ ഹയർ ടൈം ഫ്രെയിം നോക്കി, അതായത് 1 ഡേ ടൈം ഫ്രെയിം നോക്കിയിട്ട് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുക എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ തൊട്ട് താഴെയുള്ള ടൈം ഫ്രെയിം, അതായത് 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ സ്ട്രക്ചർ നോക്കി. ആൻഡ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 1 അവർ ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കിയതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചതിന് ശേഷം നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗണിലോട്ടൊരു പുഷ് നമുക്ക് തരുന്നുണ്ടോ നോക്കി. അപ്പോൾ ഡൗണിലോട്ടൊരു MSS മാർക്കറ്റ് തന്നു. ആൻഡ് ദെൻ നമ്മൾ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3 മിനിറ്റിലും ആ ഒരു MSS മാർക്കറ്റ് തന്നു. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഹയർ ടൈം ഫ്രെയിമിൽ മുമ്പ് നടന്നൊരു കാര്യം ലോവർ ടൈം ഫ്രെയിമിൽ അതിന് ശേഷം നടക്കും. മനസ്സിലായോ? അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നടന്നു കഴിഞ്ഞൊരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ നടന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് കറക്റ്റ് അത് എവിടെ നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു എൻട്രി വരിക. നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇത് നമുക്ക് ഒരു 50 മിനിറ്റിലെ ആ ഒരു OB ടാപ്പ് ചെയ്തില്ലേ, അതാണ് അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു ലോ ടൈം ഫ്രെയിമിലെ ഈ 3 മിനിറ്റിൽ ഈ ഒരു ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു FVG ടാപ്പ് ചെയ്തത്. 50 മിനിറ്റിൽ ബ്രേക്ക് സംഭവിച്ചു, റിട്രേസ് ചെയ്തു, ഡൗണിലോട്ട് വന്നു. അതേപോലെ 3 മിനിറ്റിൽ ബ്രേക്ക് സംഭവിച്ചു, റിട്രേസ് ചെയ്തു, ഡൗണിലോട്ട് വന്നു. അങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ, അതായത് ഹയർ ടൈം ഫ്രെയിമും ലോ ടൈം ഫ്രെയിമും നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വർക്കാവും.
കാരണം ഇത് ഒരു മാർക്കറ്റിന്റെ ബേസിക് ആണിത്. ഇതിൻ്റെ മാത്രം മാർക്കറ്റ് വർക്കിംഗ് ആവുള്ളൂ. മനസ്സിലായോ? മാർക്കറ്റ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി മാർക്കറ്റ് പോണത് നമുക്ക് മാർക്കറ്റ് ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാനില്ല. പക്ഷെ ഇത് ചെറുതായിട്ട് അഡ്വാൻസിലോട്ട് പോയതുകൊണ്ട് ചെറിയൊരു എല്ലാവർക്കും ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആവണ പോലെ ചിലപ്പോൾ ഒരു ഫീൽ ചെയ്തേക്കാം. പക്ഷെ നിങ്ങളിതൊരു 2-3 തവണ ഇരുന്ന് കാണുകയെ നിങ്ങൾ അതിന് ശേഷം മാർക്കറ്റിൽ നിങ്ങൾ ഗ്രാഫിൽ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ പോയതിന് ശേഷം മാർക്കറ്റിൽ ഇതിനെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റിൽ ഞാൻ പറയുന്നതിനുപരി നിങ്ങൾക്ക് ഈ ഒരു സാധനം മാർക്കറ്റിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നിട്ട് കാണുന്നതും ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വന്നതിന് ശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഒരു അനലൈസ് ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ വേണം നിങ്ങൾക്കൊരു സ്കില്ല് വളർത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ആൾക്കാർക്ക് അതിനുള്ള ക്ഷമയില്ല. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു എഡ്ജ് വേണം. അത് മാത്രമേ എല്ലാവർക്കും വേണ്ടുള്ളൂ. മാർക്കറ്റിൽ അതിന് ഉപരി മാർക്കറ്റിൽ വേണ്ടിയിട്ട് വന്നിട്ട് കഷ്ടപ്പെടാൻ ആൾക്കാർക്ക് വയ്യ. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രേഡിങ്ങിൽ ഇപ്പോൾ ഒരു 3 ഇയർ എടുത്തു, 4 ഇയർ എടുത്തു, 5 ഇയർ എടുത്തു എന്നുള്ള ഓരോ ആൾക്കാരിൻ്റെ പ്രോഫിറ്റബിൾ സ്റ്റേജസ് പറയാറില്ലേ? അതായത് എനിക്ക് 3 ഇയർ എടുത്തു ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ, അതായത് 4 ഇയർ എടുത്തു ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ എന്ന് ഓരോ എക്സ്പെർട്ട് ട്രേഡേഴ്സ് പറയാറുണ്ട്. അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് പറയാറുണ്ട്. ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടെക്നിക്കൽസ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു എഡ്ജ് കിട്ടാണ്ടല്ല അവർക്ക് ഈ 3 വർഷം എടുത്തത് 4 വർഷം എടുത്തത്. അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അതപ്പോൾ മനസ്സിലാക്കിയോ, ദാറ്റ് ടൈം യു വിൽ ബിക്കം എ പ്രോഫിറ്റബിൾ ട്രേഡർ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.